പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ബാറഖ്മാർ അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹ്യ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന മോറൻ മോറിഗ്നാത്യോസ് സാക്കാപ്രധാൻ പാത്രികീസ് ബാവായോടും ശ്രേഷ്ഠ കാതോലിക്ക ആബുന്മാ ബസേലിയോസ് അച്ഛൻ്റെ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന യോഗത്തിൽ വേദവായന, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, ആരാധനഗീതം, തേറ്റഞ്ചൊല്ലൽ, ബൈബിൾ ടെസ്റ്റ്, ബൈബിൾ ക്വിസ്, ഫാമിലി സോങ്, ഉപന്യാസങ്ങൾ, ചെറിയ പ്രസംഗങ്ങൾ, ജന്മദിന, വിവാഹ, വാർഷിക ആശംസകൾ മുതലായവ നടത്തപ്പെടുകയും പ്രാർത്ഥനയോടെ 9 മണിക്ക് യോഗം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെ ഉയർത്തിയെടുക്കുവാനും ഇടവകയിൽ മുഴുവനും ആളുകളെയും വിശ്വാസ ഐക്യത്തിൽ ഒരുമിപ്പിക്കുവാനും പങ്കെടുപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ആത്മീയ യാത്രകളും നടത്തി വരുന്നു. സാധുജന സഹായ പ്രവർത്തനങ്ങൾ. യൂണിറ്റ് തലത്തിൽ അംഗങ്ങൾ അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനങ്ങൾ എന്നിവ സന്ദർശിക്കുകയും അവരോടൊപ്പം വിശേഷ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുകയും സാമ്പത്തികമായും മറ്റുമുള്ള സഹായങ്ങൾ നടത്തപ്പെടുകയും ചെയ്തു വരുന്നു. ഈ കാലയളവിനുള്ളിൽ നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായവും വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങളും നൽകി വരുന്നു. ഓരോ യൂണിറ്റുകളും ഓരോ വർഷം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പ് നടത്തുകയും പ്രഗത്ഭരായ ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ വളരെ പ്രഗത്ഭമായ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. 3 വർഷം കൂടുമ്പോൾ യൂണിറ്റ് തലത്തിൽ മത്സരങ്ങൾ നടത്തപ്പെടുകയും അതിൽ വിജയികളെ മേഖലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും അതിലെ വിജയികളെ സെൻട്രൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും വിജയികളെ പ്രഖ്യാപിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന യൂണിറ്റുകൾക്ക് സമ്മാനം നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇടവക സംഗമത്തിൽ ഏറ്റവും പ്രഗത്ഭ റാലി നടത്തുന്ന യൂണിറ്റുകൾക്കും ഏറ്റവും നല്ല ടാബ്ലോയ്ക്കും സമ്മാനങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരുന്നു. ഈ വർഷത്തെ ഇടവക സംഗമത്തിൽ ഈ ഇടവകയിൽ നിന്നും പരേതരായ 101 പേരുടെ ഓർമ്മയ്ക്കായിട്ട് എവർ റോളിംഗ് ട്രോഫിയും ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്തു വരുന്നു. കണ്യാട്ടുനിരപ്പ് സെൻറ് ജോൺസ് യാക്കോബായ സൂര്യാനിപ്പള്ളിയുടെ 16 യൂണിറ്റുകൾ അതാത് മേഖലകളിൽ കൂടുന്നു. അതിൽ ഇന്ന് കൂടിയിരിക്കുന്ന ഈ സംയുക്ത റാലിയും ഇടവക സംഗമവും വളരെ ഭക്തി ആദരപൂർവ്വം നടത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. രാജ്യവും ശക്തിയും മഹത്വവും നമ്മുടെ കർത്താവ് എടുക്കട്ടെ. അത്രയും അനുഗ്രഹീതനായി, പ്രത്യേകിച്ച് പരിശുദ്ധ സഭയുടെ അഭിമാനമായി കേരള ഗവൺമെൻറ്റിൽ സുദീർഘമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിപദം അലങ്കരിച്ചുകൊണ്ട് അനുഗ്രഹീതനായ പിതാവിൻ്റെ അനുഗ്രഹീത പുത്രനായി വിരാജിക്കുന്ന കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീമാൻ അനൂപ് ജേക്കബ് അവറുകൾ, ദേശത്തിൻ്റെ MLAയും ഓരോ ദേശനിവാസികളുടെയും വേദനകൾ ഒപ്പുവാൻ തക്കവണ്ണം അത്രയ്ക്ക് വിനയപ്പെട്ട് എല്ലാ പ്രതികൂലങ്ങളിലും നമ്മളോടുകൂടിയായിരിക്കുന്ന ദേശത്തിൻ്റെ MLA ശ്രീമാൻ VP സജീന്ദ്രൻ, പരിശുദ്ധ സഭയുടെ അഭിമാന ഭാജനങ്ങളും ക്രിസ്തുയേശുവിൽ ബലഹീനനായ നമ്മുടെ കൂട്ടുവേലക്കാരുമായ എത്രയും ബഹുമാനപ്പെട്ട ജോയി അച്ഛൻ, ഇടവകയുടെ അനുഗ്രഹീതനായ വികാരി കാട്ടുപാടത്ത് ജേക്കബ് അച്ഛൻ, സഹവികാരി തുരുത്തേൽ എത്രയും ബഹുമാനപ്പെട്ട ഏലിയാസ് അച്ഛൻ, പ്രിയപ്പെട്ട അജോ അച്ഛൻ, പ്രിയപ്പെട്ട മനീഷ് മാശൻ,
ത്രിതല പഞ്ചായത്തിൻ്റെ സാരഥികളായിരുന്ന ദേശത്തിന് അനുഗ്രഹീത ശുശ്രൂഷ നിവർത്തിക്കുന്ന മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റീസ് പുത്തൻവീട്ടിൽ, തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എലിയാമ്മ ചാക്കോ, ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MA ജോൺ, ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ഏലിയാസ് M ജോൺ, തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷീജ വിശ്വനാഥൻ, തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ജേക്കബ് മത്തായി, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, പ്രത്യേകിച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ വാക്കുകൾ കടമെടുത്ത് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. 24 മണിക്കൂറും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയുടെ അനുഗ്രഹമായി, ഈ പരിശുദ്ധ സഭയുടെ ട്രസ്റ്റിയായി സേവനമനുഷ്ഠിക്കുന്ന, തൻ്റെ ബുദ്ധിയും ശക്തിയും സകല കഴിവുകളും ഈ പരിശുദ്ധ സഭയുടെ അനുഗ്രഹകരമായിരിക്കുന്ന അവസ്ഥയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി വിനിയോഗിക്കുന്ന പരിശുദ്ധ പാത്രീസ് ബാവ ബാരിത്തോം ഹീറോ എന്നുള്ള അനുഗ്രഹീത നാമത്താൽ വിളിച്ച് അവരോധിച്ച ശ്രീമാൻ തമ്പു ജോർജ് തുകലൻ, കുടുംബ യൂണിറ്റിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ശ്രീ TV ജോണി, കുടുംബ യൂണിറ്റിന്റെ സെക്രട്ടറി ശ്രീ TK ബാബു, പരിശുദ്ധ പള്ളിയുടെ ട്രസ്റ്റിമാരായ ശ്രീ PM ജോയ് ആൻഡ് ശ്രീ MV ജോർജ്, പരിശുദ്ധ പള്ളിയുടെ ഭരണസമിതി അംഗങ്ങളെ, ഭക്തസംഘടനകളുടെ അനുഗ്രഹീത പ്രവർത്തകരെ, കുടുംബ യൂണിറ്റിന്റെ വാത്സല്യനിധികളായ സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന വാത്സല്യ മക്കളെ, കർത്താവിന്റെ പരിശുദ്ധ സഭയുടെ ആവേശമായി അമ്മയെ ഞങ്ങൾ മറന്നാലും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ ഞങ്ങൾ മറക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ സഭയുടെയും പ്രത്യേകാൽ കണ്ടനാട് ഭദ്രാസനത്തിന്റെയും അനുഗ്രഹീത സത്യവിശ്വാസ പോരാളികളായ ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ആത്മീയ വാത്സല്യ ഭാജനങ്ങളായിരിക്കുന്ന ദൈവമക്കളെ, ഈ അനുഗ്രഹീത കൂടിവരവിൽ സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ശുദ്ധിമതിയായ അമ്മയുടെയും ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിരന്തരം നമ്മെ സമർപ്പിച്ച് മധ്യസ്ഥതയാചിക്കുന്ന കാവൽ പിതാവായ മോർ യൂഹാനോൻ മംദാനായുടെയും മോർ ഗീവർഗീസ് സർദായുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേക 45 സംവത്സരം സത്യവിശ്വാസത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് നമുക്കായി പരമേൽപ്പിച്ച് തന്ന ദൈവത്തിന്റെ തിരുമുമ്പിൽ നമുക്കുള്ള വലിയ മധ്യസ്ഥനായിരിക്കുന്ന കാലം ചെയ്ത പുണ്യശ്ലോകനും പരിശുദ്ധനുമായ മോർ ബാസിലിയോസ് പൗലൂസ് രണ്ടാമൻ ബാവായുടെയും അനുഗ്രഹീത മധ്യസ്ഥതയും ഈ ഭദ്രാസനം ശുശ്രൂഷിച്ചിട്ടുള്ള കർത്താവിൽ നിധി പ്രാപിച്ച എല്ലാ പിതാക്കന്മാരുടെയും ആ മധ്യസ്ഥയിൽ അഭയപ്പെട്ടും ബഹുമാനപ്പെട്ട അച്ഛൻ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 140-ൽ പരം വർഷങ്ങളായി അനശ്വരമായിരിക്കുന്ന സത്യത്തെ ആശ്ലേഷിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കൃപയാൽ ഈ സത്യം നമുക്കായി പരമേൽപ്പിച്ചു തന്ന മൺമറഞ്ഞു പോയ നമുക്ക് മുൻചൊന്നവരായ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമായ സകലരെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നതോടൊപ്പം ഈ പരിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ച് ദൈവം നൽകുന്ന അവകാശത്തിനായി നോക്കി പാർത്തിരിക്കുന്ന
ദൈവ ശുശ്രൂഷകരായ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും നമുക്ക് ഈ കുടുംബ സംഗമത്തിന്റെ വേളയിൽ അനുസ്മരിക്കാം. ബഹുമാനപ്പെട്ട തുരുത്തേൽ ഏലിയാസ് അച്ഛൻ, ഈ പള്ളിയുടെ സഹവികാരി, സ്വാഗതം ആശംസിച്ചു. ഈ സ്വാഗത പ്രസംഗത്തിന്റെ റോള് ക്രിക്കറ്റ് കളിയിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാന്റെ റോളാണ്. അതായത് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ സ്റ്റഡിയാക്കി ആ ഇന്നിങ്സ് പൂർത്തിയാക്കുവാനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കിയാൽ ബാക്കി വരുന്നവർക്കൊക്കെ വളരെ ഈസി ആയിരിക്കും. ഈ പരിശുദ്ധ പള്ളിയുടെ ചരിത്രത്തെ കുറിച്ചോ ഇന്ന് ഈ ജനം ഏത് സാഹചര്യത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ള സത്യത്തെ കുറിച്ചും വളരെ സത്യമായിരിക്കുന്ന ഒരവതരണം ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ നിവർത്തിച്ചു. ഒത്തിരി സന്തോഷം തോന്നി. ദൈവത്തെ സ്തുതിക്കട്ടെ. അതിലപ്പുറം ഒരു പ്രസംഗത്തിന്റെ ആവശ്യം ഇന്ന് ഇവിടെ ഉടലെടുക്കുന്നില്ല. എങ്കിലും വാത്സല്യ സഹോദരങ്ങളെ, ആ നഗ്നമായിരിക്കുന്ന സത്യം ദേശം അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷ തെളിവാണല്ലോ ജാതിമത ഭേദമന്യേ വർഗവർണ്ണ വിവേചനമന്യേ കന്യാണ്ട് നിരപ്പിലെ സത്യവിശ്വാസികൾക്ക് നൽകുന്നതായിരിക്കുന്ന ആ വലിയ അവർക്ക് ഈ സത്യവിശ്വാസികൾക്ക് നൽകുന്നതായിരിക്കുന്ന കൈത്താങ്ങൽ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ ഒന്ന് ചിരിക്കുവാനോ ഒന്ന് കരയുവാനോ ഉള്ള അവസ്ഥയിലല്ല. എപ്രകാരമാണ് ഈ ജനം കടന്നു പോകുന്നത്? മാമലശ്ശേരിയിലെ മക്കൾ ഇന്ന് 258-ാമത്തെ ദിവസം സഹനത്തോടുകൂടെ ദൈവത്തിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് തങ്ങളുടെ പൂർവിക പിതാക്കന്മാർ തങ്ങൾക്ക് നൽകിയതായിരിക്കുന്ന സത്യത്തിൽ നിലനിന്നുകൊണ്ട് ദൈവാരാധന നടത്തുവാനുള്ള പോരാട്ടം നിവർത്തിക്കുമ്പോൾ കന്യാട്ടിരപ്പിലെ വാത്സല്യഭാജനങ്ങളായിരിക്കുന്ന നമ്മുടെ മക്കൾ പരിശുദ്ധ പള്ളിയുടെ നടയിൽ നിന്നുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ നിന്ന് ത്യജിക്കപ്പെട്ടവരായി ഭരണകൂടം നിലനിർത്തുമ്പോൾ വാത്സല്യ മക്കളെ, എങ്ങനെ ചിരിക്കുവാൻ കഴിയും? എങ്ങനെ കരയുവാൻ കഴിയും? കരയുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. പ്രത്യുത ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ കരയുന്നത് അവന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനുള്ള അഭിനിവേശമാണ്, ശക്തിയാണ് യേശുക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന മക്കൾ സംഭരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഇവിടെ 2003 ഗവൺമെന്റ് ഒരു സ്റ്റാറ്റസ് കോ 2001 ഗവൺമെന്റ് ഒരു സ്റ്റാറ്റസ് കോ നൽകി. ഈ സ്റ്റാറ്റസ് കോ ആർക്കാണ്? സഭയ്ക്കാണോ അതോ വ്യക്തികൾക്കാണോ? ഇത് രണ്ടിൽ ഒന്ന് എത്രയും ബഹുമാനപ്പെട്ട ഗവൺമെന്റ് എനിക്ക് തോന്നുന്നത് വ്യക്തമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ജനം ഇപ്രകാരമുള്ള അവസ്ഥകളിൽ കൂടെ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ സത്യത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസ്ഥയിൽ നിന്ന് പിന്തള്ളപ്പെടുമ്പോൾ 1-2 വർഷത്തിന്റെ അല്ല പ്രിയ സ്നേഹിക്കപ്പെട്ടവരെ, വർഷങ്ങളായി ഈ ജനം അനുഭവിക്കുന്ന പീഡയാണ്. മണ്ണത്തൂര് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എത്രയും ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയാണല്ലോ അത്. അദ്ദേഹം അറിയിക്കട്ടെ, ഇവിടുത്തെ സ്റ്റാറ്റസ് കോ വ്യക്തികൾക്കാണോ അതോ സഭയ്ക്കാണോ എന്നുള്ളത്. സഭയ്ക്കാണെങ്കിൽ ഇടവകയുടെ പൊതുയോഗം കൂടി ആ പൊതുയോഗത്തിൽ എടുക്കുന്ന തീരുമാനം അനുസരിച്ച് പൊതുയോഗം അംഗീകരിക്കുന്ന
ആ ശുശ്രൂഷകർ അവിടെ ശുശ്രൂഷ നടത്തണം. അല്ലാതെ ആരെയെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് നിർത്തി പോലീസിന്റെ സംരക്ഷണയോടുകൂടി സത്യവിശ്വാസികളെ തല്ലിച്ചതച്ച് അവർക്ക് വഴിയൊരുക്കി ബലിപീഠത്തിന്മേൽ കയറ്റി നിർത്തുവാനുള്ള പ്രതിബദ്ധതയല്ല ഒരു ഭരിക്കുന്ന ഗവൺമെന്റിന് വേണ്ടത് എന്ന് വിനയപൂർവം അറിയിക്കുകയാണ്. ഇന്ന് നടക്കുന്നത് മുഴുവൻ അതാണ്. ഓരോ പള്ളികളുടെയും ചരിത്രമെടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സഭാ മക്കൾക്ക് എല്ലാം അറിവുള്ളതാണ്. ഇനി സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന 4-5 പ്രതിനിധികൾ ഉണ്ടല്ലോ. ഈ പരിശുദ്ധ പള്ളി എത്രയോ സമ്പന്നമാണ്. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് 4-5 ത്രിതല പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്ന 4-5 വ്യക്തിത്വങ്ങളെ ഇന്ന് ഈ പരിശുദ്ധ പള്ളിക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് കഴിഞ്ഞത്. രാഷ്ട്രീയമായിട്ട് നിറഞ്ഞ അവബോധമുള്ള ആളുകളാണ് ഈ പരിശുദ്ധ ഇടവകയിലുള്ളത്. അതുപോലെ തന്നെ രാഷ്ട്രത്തെ സേവിക്കുവാൻ സമർപ്പിച്ചിറങ്ങിയിട്ടുള്ള ഒരു ജനതയാണ് ഇവിടെയുള്ളത്. സഭ എന്ന സങ്കുചിതമായിരിക്കുന്ന അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കുവാനല്ല, എന്നാലോ ഭാരതാംബയുടെ അനുഗ്രഹീത മക്കൾ എന്നുള്ള നിലയിൽ ഈ കേരള സംസ്ഥാനത്തിന്റെ അനുഗ്രഹീത പൗരന്മാരെന്നുള്ള നിലയിൽ ഈ ദേശത്തെ ശുശ്രൂഷിക്കുവാനുള്ള, ഈ ദേശത്തിന് വേണ്ടി പോരാടുവാനുള്ള, ഈ ദേശത്തിന് വേണ്ടി സമസ്തവും നിവർത്തിക്കുവാനുള്ള ആ അഭിനിവേശവും പരിശുദ്ധ സഭയ്ക്കുണ്ട് എന്ന് ഈ പ്രതിനിധികൾ വ്യക്തമാക്കുകയാണ്. സഞ്ജീതനൻ വ്യത്യസ്തമായി ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്താൽ ആവും വിധം, ബഹുമാനപ്പെട്ട മന്ത്രിയും ഒക്കെ അവരാൽ ആവും വിധമൊക്കെ ഈ പരിശുദ്ധ സഭയുടെ വേദന തൊട്ടറിഞ്ഞിട്ടുള്ളവരാണ്. എല്ലാ പുണ്യവാന്മാരുടെയും കാലം ചെയ്ത ബാസേലിയോസ് പൗലൂസ് രണ്ടാമൻ ബാവായുടെയും ഒക്കെ അനുഗ്രഹവും മധ്യസ്ഥതയും പ്രാർത്ഥനയും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. കുടുംബമായിട്ട് ഒന്നിച്ചു ചേരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ള ഒരു ചെറിയ സന്ദേശവും കൂടി നൽകി ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം തിരുവചനത്തിൽ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുകൊള്ളും. വാത്സല്യ സഹോദരങ്ങളെ, മുന്നമേ കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഞാൻ മുമ്പ് നിങ്ങളോട് അറിയിച്ചതുപോലെ ഇതിന് അല്പം ധൈര്യം ആവശ്യമാണ്. ഞാനിങ്ങനെ ഒരു കൊച്ചിന്റെ കഥ കേട്ടിട്ടുണ്ട്. അതായത് വീട്ടിൽ പ്രാർത്ഥനയോ അല്ലെങ്കിൽ നൊയമ്പോ അല്ലെങ്കിൽ ദൈവാരാധനയോ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയി ആക്കി. ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച് 2 കൊല്ലം കഴിഞ്ഞ്, ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച് 2 കൊല്ലം കഴിഞ്ഞ് വീട്ടിലേക്ക് അവധിക്ക് വരികയാണ്. അവർ ഒരുമിച്ച് കൂടി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവന്റെ മൂത്ത സഹോദരന്മാർ, അവന്റെ മാതാവ്, പിതാവ്, മറ്റുള്ള സഹോദരന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി ഭക്ഷണത്തിനിരിക്കുകയാണ്. അപ്പോ പെട്ടെന്ന് ഈ കൊച്ച എഴുന്നേറ്റ് നിന്ന് ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വൺ ട്രൂ ഗോഡ് എന്ന് പറഞ്ഞിങ്ങനെ പെട്ടെന്ന് അവന്റെ മൂത്ത സഹോദരൻ ചാടി എഴുന്നേറ്റ് അവനോട്, യു സിറ്റ് ഡൗൺ ദേർ, വി ഡോണ്ട് വാണ്ട് ദിസ് സോർട്ട് ഓഫ് സ്റ്റഫ് ഹിയർ. അവന്റെ മൂത്ത ബ്രദർ അവന്റെ ആ കൊച്ചിനോട് പറയുകയാണ്, ഇതിനവിടെ ഇരിക്കുക, ഇപ്രകാരമുള്ള ഒരു സംഗതികളൊന്നും ഇവിടെ വേണ്ട. ആ കൊച്ചവിടെ പേടിച്ചിരുന്നു. മറ്റവൻ നിർത്തിയപ്പോ വീണ്ടും അവൻ ചാടി എഴുന്നേറ്റു, സ്പ്രിങ് പോലെ. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു, ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വീണ്ടും അവൻ ചാടി എഴുന്നേറ്റ്, ഐ ടോൾഡ് യു ടു സിറ്റ് ഡൗൺ. വീണ്ടും ആ കൊച്ചിരുന്നു. മൂന്നാമതും മൂത്തവൻ ഇരുന്നപ്പോ ആ കൊച്ചു ചാടി എഴുന്നേറ്റ്, ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് അവൻ അടിക്കാനായിട്ട് കൈ ഓങ്ങിയപ്പോ ആ തന്തപ്പടി അവന്റെ അച്ഛൻ അവിടെ ഇരുന്ന് ആ മൂത്തവനോട് പറയുകയാണ്, യു പ്ലീസ് കീപ് ക്വയറ്റ്, ഹി ഹാസ് ഗോട്ട് മച്ച് കറേജ് ദാൻ യു. നീ നിശബ്ദനായിരിക്കുക, നിന്നേക്കാൾ കൂടുതൽ ധൈര്യം
ആ കൊച്ചനുണ്ട്. വാത്സല്യ സഹോദരങ്ങളെ, എത്ര പോലീസിന്റെ താണ്ഡവങ്ങളേറ്റാലും, ഏത് തരത്തിൽ അടിച്ചമർത്തുവാൻ തക്കവണ്ണം ഏത് ഭാഗങ്ങളിൽ നിന്നുള്ള വിഷയങ്ങൾ ഉണ്ടായാലും, ആ കുഞ്ഞിനെ പോലെ ഇവിടുത്തെ ഓരോ മക്കളും ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിനയപൂർവം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാത്സല്യ സഹോദരങ്ങളെ, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് കൽപ്പിച്ചെഴുതി, I am not ashamed of the gospel of Christ.